നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു കഥ പറയുകയാണ്. ഒരു വ്യക്തി ഒരു വനത്തിലകപ്പെട്ടു. അദ്ദേഹം വനത്തിലൂടെ നടന്നു പോവുകയാണ്. ഈ സമയത്താണ് അദ്ദേഹത്തെ അവിചാരിതമായി ഒരു കാട്ടുപോത്ത് കാണുവാനിടയായി. ഇദ്ദേഹത്തെ കണ്ട മാത്രയിൽ കാട്ടുപോത്ത് ഇദ്ദേഹത്തെ ആക്രമിക്കാനായിട്ട് പാഞ്ഞെടുക്കുകയാണ്. ഇദ്ദേഹം ജീവനും കൊണ്ട് ഓടുകയാണ്. കാട്ടുപോത്താണെങ്കിൽ പിറകെ ഓടുകയാണ്. അങ്ങനെ ഓടി അവസാനം ഇദ്ദേഹം ചെന്നു നിന്നത് ഒരു ഭയാനകമായ ഒരു കൊക്കയുടെ സമീപത്താണ്. ഭയാനകമായ ഒരു കൊക്ക. താഴോട്ട് ചാടിയാൽ മരണമാണ്. അതിഭയാനകമായ കൊക്കയായാലും ഒരു അദ്ദേഹം താഴോട്ട് നോക്കി. താഴെയാണെങ്കിൽ പാറക്കെട്ടുകളാണ്. തൻ്റെ പുറകെ ആരുണ്ട്? ആ കാട്ടുപോത്തുണ്ട്. കാട്ടുപോത്ത് ഇദ്ദേഹത്തെ ഓടിക്കുകയാണ്. ഒടുവിൽ ഓടിച്ച് ഇദ്ദേഹത്തെ കൊക്കയുടെ സമീപത്തെത്തിച്ചു. ഇനി അങ്ങോട്ട് ഓടാൻ നിർവാഹമില്ല. ഇനി അദ്ദേഹം അങ്ങോട്ട് ഓടിക്കഴിഞ്ഞാൽ അദ്ദേഹം എന്തു ചെയ്യും? ആ കൊക്കയിലകപ്പെട്ട് ആ ശരീരം കഷ്ണങ്ങളിലായി ചിതറിപ്പോകുന്നൊരു അവസ്ഥയിലേക്ക് പോകും. അദ്ദേഹം മനസ്സിൽ കരുതി, കൊക്കയിൽ ചാടി മരിക്കുന്നതിലും നല്ലത് കാട്ടുപോത്തിനാൽ മരണപ്പെടുകയാണ് എന്ന് അദ്ദേഹം കരുതി. കാട്ടുപോത്ത് വീണ്ടും ഇദ്ദേഹത്തിന് നേരെ ചീറിയെടുത്തപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ബോധം മറയുകയാണ്. പെട്ടെന്ന് ഇദ്ദേഹം മറിഞ്ഞു വീണു. ഒരു അല്പനിമിഷത്തിനകം ഇദ്ദേഹം കണ്ണു തുറന്നപ്പോൾ കണ്ട കാഴ്ച, തന്നെ കൊല്ലാനായി പാഞ്ഞെടുത്ത കാട്ടുപോത്ത് അവിടെ നിന്ന് പുല്ലുമേയുന്നത് കണ്ടു. അദ്ദേഹം പിന്നെ ഒന്നും നോക്കിയില്ല. ഉടൻ തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടുകയാണ്. ജീവനും കൊണ്ട് ഓടുകയാണ്. ഇതിൽ നിന്ന് നമുക്കൊരു കഥ മനസ്സിലാക്കാം. അദ്ദേഹം അങ്ങനെ അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ്. പിന്നെ അദ്ദേഹം കൊക്കയുടെ വശത്തേക്ക് ഓടിയില്ല, മറുവശത്തേക്ക് അദ്ദേഹം ഓടുകയാണ്. അങ്ങനെ അദ്ദേഹം ഓടി രക്ഷപ്പെട്ടു. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയുണ്ട്. ഓരോ വ്യക്തിക്കും അല്ലെങ്കിൽ ഓരോ ജീവിക്കും ഈ സത്യപ്രപഞ്ചം ഓരോരോ അവസരങ്ങൾ തരുമെന്നാണ്. കാരണം ആ വ്യക്തിക്കും ഈ സത്യപ്രപഞ്ചം ഒരു അവസരം നൽകിയതാണ്. കാരണം ആ പോത്തിൻ്റെ ശ്രദ്ധ ഒരു നിമിഷം ആ പുല്ലിലേക്ക് ആകർഷിച്ച് ആ വ്യക്തിക്ക് ഈ പ്രപഞ്ചം ഒരു അവസരം നൽകിയതാണ്. തൻ്റെ ജീവൻ രക്ഷിക്കാൻ ഒരു അവസരം നൽകിയതാണ്. പക്ഷേ അദ്ദേഹം ഈ സത്യപ്രപഞ്ചം നൽകിയ അവസരം അദ്ദേഹം സമയോചിതമായിട്ട് വിനിയോഗിക്കുകയും ചെയ്തു. കാരണം ആ പോത്തിൻ്റെ ശ്രദ്ധ പുല്ലിലേക്ക് മാറിയ നിമിഷം അദ്ദേഹം ഓടി രക്ഷപ്പെടുകയും ചെയ്തു. എഴുന്നേറ്റ് ഓടുകയാണ് അദ്ദേഹം. നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ജീവിതത്തിൽ എല്ലാ ജീവിക്കും അല്ലെങ്കിൽ എല്ലാ വ്യക്തികൾക്കും എന്ത് തരാറുണ്ട്? ഈ പ്രപഞ്ചം അവസരങ്ങൾ നൽകാറുണ്ട്. പക്ഷേ ഈ അവസരങ്ങൾ സംയോജിതമായിട്ട് വിനിയോഗിക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ജീവിതത്തിൽ വിജയമുണ്ടാകുന്നത്. മറിച്ച് അദ്ദേഹം അന്നേരം പോത്തിൻ്റെ സ്വന്തം മാറിയപ്പോഴും അവിടെ തളർന്ന് കിടന്നിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? കാട്ടുപോത്ത് അദ്ദേഹത്തെ ആക്രമിക്കുമായിരുന്നു. അതുപോലെ തന്നെ കാട്ടുപോത്ത് അദ്ദേഹം നേരെ പാഞ്ഞെടുത്തപ്പോൾ അദ്ദേഹം ഭയന്ന് കൊക്കയിൽ ചാടിയിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവൻ എന്ത് ചെയ്യുന്നു? അപകടപ്പെടുമായിരുന്നു. കേട്ടോ, നമുക്ക് സമയോചിതമായിട്ട് നമ്മുടെ ബുദ്ധിയും യുക്തിയും പ്രയോഗിച്ചാൽ മാത്രമേ നമുക്ക് ജീവിതത്തിലുണ്ടാകുന്ന പല പ്രതിസന്ധികളിൽ നിന്നും കരകയറുവാൻ കഴിയുകയുള്ളൂ. പല പ്രതിസന്ധികളെയും നമുക്ക് അതിജീവിക്കാൻ കഴിയുകയുള്ളൂ. കേട്ടോ, അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ജീവിതത്തിൽ എന്തുണ്ട്? ജീവിതത്തിൽ എല്ലാവർക്കും അവസരങ്ങൾ ഉണ്ടാകും. ഈ അവസരങ്ങളെ വേണ്ട വിധം നമ്മൾ പ്രയോജനപ്പെടുത്തുക. കേട്ടോ, പ്രത്യേകം മനസ്സിലാവുക. പഠിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ പഠിക്കാനായിട്ട് ലഭിക്കുന്ന സമയം പഠിക്കാനായിട്ട് ചിലവഴിക്കുക. കേട്ടോ, ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? പഠിക്കുന്ന സമയം പഠിക്കാതെ ഉഴപ്പി നടന്നു കഴിഞ്ഞാൽ പിന്നീട് എന്ത് ചെയ്യും? ജീവിതത്തിൽ കിടന്ന് നട്ടം തിരിയേണ്ടതായിട്ട് വരും. കേട്ടോ, പ്രത്യേകം നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കുക. അതുകൊണ്ട് നമുക്ക് ജീവിതത്തിൽ ലഭിക്കുന്ന നല്ല അവസരങ്ങൾ നമ്മൾ പരമാവധി പ്രയോജനപ്പെടുത്തുക.